ക്വസ്റ്റ്യൻ ആദ്യത്തേത് ഡാഷ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെന്റ്. അതായത് മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടിങ്, മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിന് പറയുന്ന പേരെന്താണ്? റെസ്പോണ്ട് ചെയ്യൂ. ചോദ്യം മനസ്സിലാവുന്നുണ്ടാവും. ക്ലിയർ ആയില്ല? സിസ്റ്റം അല്ല, മാനേജ്മെന്റിന് ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിന് പറയുന്ന പേരെന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, അങ്ങനെ കുറെ അക്കൗണ്ടിങ് ഉണ്ടല്ലോ. അല്ല, ഫിനാൻഷ്യൽ അല്ല, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. കറക്റ്റ് ആൻസർ. അടുത്തത് ഇന്റേണൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ഡാഷ്. കേട്ടില്ലേ? മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് ഉത്തരം കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പറയാം ഒന്നുകൂടെ. ഡാഷ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ്ങിന് പറയുന്ന പേരെന്ത്? അത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ജേണൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ഡാഷ് ഓർഡർ. ജേണൽ പ്രിപ്പയർ ചെയ്യുമല്ലോ, ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് ഓർഡറിലാണ് ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത്? അല്ല, ഏത് സിസ്റ്റം ആണെന്നല്ല, ഏത് ഓർഡറിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്രോണോളജിക്കൽ ഓർഡർ. ഇൻ ജേണൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ഡാഷ് ഓർഡർ. ജേണൽ ഏത് ഓർഡറിലാണ് ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുന്നത്? ക്രോണോളജിക്കൽ ഓർഡറിൽ. അതെ, ഉത്തരം ശരിയാണ്. ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡർ എന്താണെന്ന് അറിയാലോ അല്ലെ? അതായത് ഒരു ബിസിനസ്സിൽ ട്രാൻസാക്ഷൻ നടക്കുന്നതിന്റെ ഓർഡർ അനുസരിച്ച് ആദ്യം വന്ന ഓർഡർ ആദ്യം വന്ന ട്രാൻസാക്ഷൻ ഏതാണോ അതാണ് ആദ്യം എൻട്രി ചെയ്യുക. രണ്ടാമത് നടന്ന ഇവന്റ് രണ്ടാമത് എൻട്രി ചെയ്യും. അങ്ങനെ ആ ഓർഡർ കീപ്പ് ചെയ്ത് പോകുന്നതിനെയാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ്. അതായത് ജേണൽ എൻട്രിയിൽ നമ്മൾ ഒരു എൻട്രി എഴുതിയ ശേഷം ആ എൻട്രി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ, അതിന് പറയുന്ന പേര് എന്താണ്? കറക്റ്റ് ആൻസർ ആണ്. എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയണേ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഒന്നുകൂടി പറയാം. ബ്രീഫ് എക്സ്പ്ലനേഷൻ നമുക്ക് ലാസ്റ്റ് ഇട്ട് തരാം. ഇത് ജസ്റ്റ് ഒരു ഡിസ്കഷൻ പോലെ കണ്ടാൽ മതി. ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ഇല്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. അങ്ങനെ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേ ഓപ്ഷൻ വെച്ച് പ്രിപ്പയർ ചെയ്യരുത്. മനസ്സിലായില്ലല്ലോ, എന്തായിരുന്നു ഇപ്പൊ പറഞ്ഞത്? ഒന്നുകൂടി പറയോ? പറയാം. ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ ട്രാൻസാക്ഷനും എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് നമ്മൾ ചെറുതായിട്ട് എഴുതും. അതിന് പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം നരേഷൻ ആയിരുന്നു. അതെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗുഡ്വിൽ, പേറ്റന്റ്, ട്രേഡ്മാർക്ക് ആർ എക്സാമ്പിൾ ഓഫ് ഡാഷ് അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അസറ്റ്സ് വിച്ച് ആർ അക്വേർഡ് ഫോർ റിലേറ്റീവ്ലി ലോങ്ങർ പീരിയഡ് ഫോർ ക്യാരിയിങ് ഓൺ ദ ബിസിനസ് ആർ കോൾഡ്. അതായത് ഒരു ബിസിനസ് നടത്താൻ വേണ്ടി ലോങ് പീരീഡിന് വേണ്ടി വാങ്ങിക്കുന്ന അസറ്റുകളെ പറയുന്ന പേരെന്താണ്? ഓക്കെ, കറക്റ്റ് ആൻസർ.
അടുത്തത് അസറ്റ്സ് ഹാവിംഗ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് ആർ റെപ്രസെന്റിങ് സർട്ടൻ റൈറ്റ്സ് ഇൻ സർട്ടൻ തിങ്സ് ആർ കോൾഡ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അസറ്റ് ആണ്, പക്ഷെ അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. അതായത് നമുക്ക് തൊടാനോ ഇന്ന ഷേപ്പിലിരിക്കും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു അസറ്റ് ആണ്. അസറ്റിനാണ് ഉത്തരം. ഗുഡ് വില്ലൊക്കെ അതിനുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ. അടുത്തത് പറഞ്ഞു. ആൻസറോ? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ളതാണ് ആൻസർ. കിട്ടിയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് അസറ്റ്സ് ഹാവിംഗ് നോ റിയൽ വാല്യൂ ബട്ട് ആർ ഷോൺ ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഓൺലി ഫോർ ടെക്നിക്കൽ റീസൺ ആർ കോൾഡ്. അതിനർത്ഥം അതൊരു ആക്ച്വൽ അസറ്റ് ഒന്നും അല്ല, പക്ഷെ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള റീസൺസ് കാരണം അത് കാണിക്കേണ്ടി വരികയാണ് അസറ്റ് ആയിട്ട്. അങ്ങനെയുള്ള അസറ്റ്സിന് ഒരു പ്രത്യേകം പേര് പറയും. വേറെന്തെങ്കിലും ഉത്തരവുണ്ടോ? ഓക്കെ, അതിന്റെ ആൻസർ ഫിക്റ്റീഷ്യസ് അസറ്റ് തന്നെയാണ്. ഫിക്റ്റീഷ്യസ് അസറ്റ് തന്നെയാണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Certain fixed asset will lose or reduce their value after their use. Such assets are known as. ഇതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില അസറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ അളവ് കുറയും അല്ലെങ്കിൽ വാല്യൂ കുറയും. അങ്ങനെയുള്ള അസറ്റ്സിനെ പറയുന്ന പേരെന്താണ്? അത് നമ്മളെ എണ്ണപ്പാടം. അതെ, വേസ്റ്റിംഗ് അസറ്റ്. അല്ല, അതെ, വേസ്റ്റിംഗ് വാസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയും. അതിന് നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ചേട്ടൻ പറഞ്ഞ പോലെയുള്ള എണ്ണപ്പാടം. വാസ്റ്റിംഗ് അസറ്റ്സിന്റെ എക്സാമ്പിൾ ആണ്. അതെ, അതൊക്കെ വാസ്റ്റിംഗ് അസറ്റ്സിന്റെ എക്സാമ്പിൾ ആണ്. യെസ്, എല്ലാം ശരിയാണ്. പക്ഷെ അതൊക്കെ വാസ്റ്റിംഗ് അസറ്റ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇതിനെ പൊതുവായി പറയുന്ന പേര് വാസ്റ്റിംഗ് അസറ്റ്സ് എന്നാണ്. കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ അതില്? ഇല്ല, ഡൗട്ടൊന്നുമില്ല. നമുക്കത് പെട്ടെന്ന് പേര് കിട്ടാത്തോണ്ട വായല്. ഓക്കെ, അതിന്റെ പേര് വാസ്റ്റിംഗ് അസറ്റ്സ് എന്നാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എക്സെട്ര ആർ എക്സാമ്പിൾ ഓഫ് ഡാഷ് അസറ്റ്സ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എക്സ്പെൻസ്. ഫിക്റ്റീഷ്യസ് അസറ്റ്. അതെ, കറണ്ട് അസറ്റ് ആണോ? എന്താ പറഞ്ഞ? വേറെന്തോ ഒരു ഉത്തരം പറഞ്ഞല്ലോ. ചോദ്യം കൂടെ വായിക്കണോ? ഹലോ, ചോദ്യം റിപ്പീറ്റ് ചെയ്യണോ? വേണം. Preliminary expenses, discount on issue of shares and debentures, underwriting commission, etc. are examples of dash asset. അതായിരുന്നു ചോദ്യം. മലയാളം മീനിങ് ആണ്. പറയാം. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരുന്ന എക്സ്പെൻസ്, അതാണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയാം. അതുപോലെ ഷെയറും ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, കമ്മീഷൻ ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള അസറ്റ്സിനൊക്കെ ഒരു പ്രത്യേക പേര് പറയും. അതന്നെ, ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. അതാണ് അതിന്റെ ഉത്തരം. നിങ്ങൾക്ക് ഉത്തരമെല്ലാം മലയാളത്തിലാണോ ആൻസർ ചെയ്യാനുള്ളത്? നമുക്ക് മലയാളത്തിലാണ്. ഞങ്ങൾ 7th സ്റ്റാൻഡേർഡിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. ഇങ്ങനെ പറയുന്നത് എനിക്ക് അറിയാവുന്നതിന് മലയാളം വാക്കുകൾ ഞാൻ പറയാം. ചില വാക്കുകളൊന്നും എനിക്കും അറിയില്ല മലയാളത്തിൽ. ആരൊക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സമയത്തൊന്ന് മലയാളം പറയണം കേട്ടോ. കേൾക്കുന്നുണ്ടോ? ചില അക്കൗണ്ടൻസി ടേംസിനൊന്നും മലയാളം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലതിന് മലയാളത്തിനേക്കാളും നല്ല ഡെപ്റ്റർ,
ക്രെഡിറ്റർ എന്നൊക്കെ പറയുന്നത് ഉത്തമർണൻ അധമർണൻ എന്ന് പറയാതിരിക്കുന്നത് അതിനേക്കാളും നല്ല ഡെപ്റ്റർ ക്രെഡിറ്ററാ. ഇപ്പൊ പറഞ്ഞത് ആൻസർ എന്നാ പറഞ്ഞേ? ആൻസറോ? ഇത് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ, അല്ലെങ്കിൽ തീരില്ല. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് വിഷയം മാറിപ്പോയാൽ നമ്മുടെ ക്ലാസ്സുകൾ വഴി കിടക്കും. ഓക്കെ, ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ നോട്ട്സ് എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ആ സമയത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യനിലെ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ലാസ്റ്റ് ഈ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ അത് മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ഹെവി ഇനീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസിംഗ് ദ ലോഞ്ച് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് ഷുഡ് ബി ക്ലാസിഫൈഡ് ആസ് ഡാഷ് എക്സ്പെൻഡിച്ചർ. അതിനർത്ഥം എന്താ വെച്ചാൽ ഒരു പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരികയാണ്, അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു അഡ്വർടൈസ്മെന്റ് ചെയ്യാണ്. ആ ഇനീഷ്യൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് വരുന്ന അഡ്വർടൈസ്മെന്റ് എന്ത് തരം എക്സ്പെൻഡിച്ചർ ആണ്, എന്ത് തരം ചെലവാണ്? ഡിപ്ലോയ്ഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ? അതെ, കറക്റ്റ്. പരിപാലന ചെലവ്. അതെ, കറക്റ്റ് ആണ്. അഡ്വർടൈസ്മെന്റിന്റെ വരുന്ന എല്ലാ എക്സ്പെൻസും എപ്പോഴും ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിലിമിനറി എക്സ്പെൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ് എക്സ്പെൻഡിച്ചർ. നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരുന്ന എക്സ്പെൻസ് ആണ്, അതിനെയാണ് പ്രിലിമിനറി. അസറ്റ് ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്, പക്ഷെ എന്ത് എക്സ്പെൻഡിച്ചർ ആണ്? അതെ, അത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിൽ ഓരോ വർഷങ്ങളായി ക്ലാസിഫൈ ചെയ്തിട്ട് റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഓക്കെ. അടുത്തത്, എക്സ്റ്റൻഷൻ ഓഫ് എ ബിൽഡിംഗ് ഒക്യുപ്പൈഡ് ഓൺ ലീസ് ഫോർ 5 years. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിൽഡിംഗ് ഓൾറെഡി നമ്മൾ വാടകയ്ക്ക് എടുത്തിരുന്നതാണ്, അതിന്റെ പീരീഡ് ഒരു 5 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. അങ്ങനെ വരുന്ന എക്സ്പെൻഡിച്ചർ എന്ത് തരം എക്സ്പെൻഡിച്ചർ ആണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. വേറെന്തെങ്കിലും ഉത്തരം ഉണ്ടോ? കട്ടായി പോണം. കേൾക്കുന്നില്ലേ? ആ ക്വസ്റ്റ്യൻ എനിക്ക് കട്ടായി. അതായത് ഒരു ബിൽഡിംഗ് നമ്മൾ ഓൾറെഡി വാടകയ്ക്ക് എടുത്തിട്ട് ഇരിക്കുകയാണ്, അപ്പൊ അത് 5 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ആ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വരുന്ന ചെലവ് എന്ത് തരം എക്സ്പെൻസ് ആണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ. ആരും ഉത്തരം കറക്റ്റായി പറഞ്ഞിട്ടില്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് നമുക്ക് വരുന്ന ഒരു എക്സ്പെൻഡിച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, ഇതിന്റെ ഉത്തരം ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. ഓക്കെ. അടുത്തത്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആർ ഷോൺ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഇൻ ദ ഹെഡ് ഓഫ്. നമ്മൾ നേരത്തെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു, അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോൾ ഏത് ഹെഡിന്റെ കീഴിലാണ് വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കേട്ടില്ല. ആരും ഉത്തരം പറഞ്ഞല്ലോ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ അല്ല, ബാലൻസ് ഷീറ്റിൽ ഏത് ഹെഡിന്റെ കീഴിലാണ് വരിക എന്നാണ് ക്വസ്റ്റ്യൻ. ലയബിലിറ്റി അല്ലേ? കറന്റ് അസറ്റ്. ഓക്കെ, ഇതല്ല ഉത്തരം. മിസ്ലേനിയസ് എക്സ്പെൻസ് ആണോ? സോറി, കേട്ടില്ല കേട്ടോ. മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള ഹെഡിലാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് വരിക. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസാക്ഷൻസ് ഹാവിംഗ് ലോങ് ടേം എഫക്ട്സ് ആർ നോൺ ആസ്. അതായത് ഒരുപാട് കാലത്തേക്ക് അഫക്റ്റ് ചെയ്യപ്പെടുന്ന ട്രാൻസാക്ഷൻസിന് ഒരു പേര് പറയും. അതിന്റെ ഉത്തരം? അതിന്റെ ഉത്തരം ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് എന്നാണ് കേട്ടോ പറയാം. ഓക്കെ അല്ലേ? അടുത്തത്, ഡാഷ് ഈസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ ദ റണ്ണിങ് ഓർ മാനേജ്മെന്റ് ഓഫ് ദ ബിസിനസ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഡേ ടു ഡേ ലൈഫിൽ വരുന്ന എക്സ്പെൻഡിച്ചറുകളെ പറയുന്ന പേരെന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ. അതെല്ലാവർക്കും അറിയാം അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ,
The receipt or income which is received by the business organization in the course of normal activities. ഈ പറഞ്ഞ പോലെ ഡെയിലി ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന റെസിപ്റ്റുകളെ അല്ലെങ്കിൽ ഇൻകംസിനെ പറയുന്ന പേരുണ്ട്. റവന്യൂ റെസിപ്റ്റ്, റവന്യൂ ഇൻകം, റവന്യൂ ട്രാൻസാക്ഷൻ. വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? ഉത്തരം റവന്യൂ റെസീപ്റ്റ്സ് തന്നെയാണ് കേട്ടോ. റവന്യൂ റെസീപ്റ്റ്സ് അതാണ് ഉത്തരം. ഉത്തരം കേട്ടോ? റവന്യൂ റെസീപ്റ്റ്സ് എന്നാണ് ഉത്തരം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലോസ് സഫേർഡ് ബൈ എ കമ്പനി ഓൺ ദ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്. ഒരു ഫിക്സഡ് അസെറ്റ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്ത് തരം നഷ്ടമാണ്? ക്യാപിറ്റൽ ലോസ്. ക്യാപിറ്റൽ ലോസ്. അതെ, ഉത്തരം ശരിയാണ്. ക്യാപിറ്റൽ ലോസ് ആണ്. അപ്പൊ ഇതൊരു ഫിക്ടീഷ്യസ് അസെറ്റ് ആയിട്ട് കാണിച്ചിട്ട് ഓരോ വർഷം ഗ്രാജുവലി അത് റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രോക്കറേജ്, ഗവൺമെന്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് ലീഗൽ എക്സ്പെൻസസ്, all the expenses paid on the purchase of a property will be regarded as dash expenditure. എന്ത് തരം എക്സ്പെൻഡിച്ചർ ആണ് ബ്രോക്കറേജ് ഫീസും ഗവൺമെന്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി, ലീഗൽ എക്സ്പെൻസ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന എക്സ്പെൻസിനെ പറയുന്ന പേരെന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓഫീസ് എക്സ്പെൻസ്. ഫിക്സഡ് അസറ്റിന്റെ കോസ്റ്റ്. ഉത്തരം വന്നിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. ഒരു പ്രോപ്പർട്ടി വാങ്ങുക പറയുമ്പോൾ അതൊരു ഫിക്സഡ് അസറ്റ് അല്ലേ? അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പീരീഡിന് വാങ്ങുന്നതാണ്. ലോങ് ടേം പീരീഡിന് വാങ്ങുന്നതാണ്. അപ്പൊ അതിന്റെ മുകളിൽ വരുന്ന മറ്റ് എക്സ്പെൻസ് ഒക്കെ ആ അസറ്റിന്റെ കൂടെ ആഡ് ചെയ്യപ്പെടും. അതിന്റെ പേര് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. ക്യാരിയിങ് ചാർജ് ഒക്കെ കൂട്ടുന്നത് പോലെയാണോ? ഏതുപോലെ? കാരേജ്. സ്ഥിരാസ്തി വാങ്ങുമ്പോഴേ ആ അത് നമ്മളെ ക്യാപിറ്റൽ അല്ലേ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലേ അത് വാങ്ങിക്കുന്നത്? അതെ, അതാണ് പറഞ്ഞത്. അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ. Amount received from a bank as medium term loan for working capital. വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഒരു ബാങ്കിൽ നിന്ന് നമുക്കൊരു ലോൺ കിട്ടി, ഒരു മീഡിയം ടേം ലോൺ കിട്ടി. അത് എന്ത് തരം എൻട്രി ആയിട്ടാണ്, എന്ത് തരം എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം ഞാൻ തന്നെ. ലയബിലിറ്റി ആണ്. അതെ, ലയബിലിറ്റി ആണ്. പക്ഷെ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കാണിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ഓൾസോ നോൺ ആസ് പ്രിൻസിപ്പൽ ബുക്ക്. നമുക്ക് കുറെ ബുക്കുകൾ ഉണ്ടല്ലോ, ജേണല്, ലെഡ്ജർ, അങ്ങനെ കുറെ ബുക്കുകൾ ഉണ്ടല്ലോ, ട്രയൽ ബാലൻസ്. അതിലെ പ്രിൻസിപ്പൽ ബുക്ക് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ജേണൽ. എല്ലാരും ആലോചിച്ചിട്ട് ഉത്തരം പറയൂ. ലെഡ്ജർ ആയിരിക്കും. ശരി, ഉത്തരം ലെഡ്ജർ ആണ് കറക്റ്റ്. അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ആവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. ലെഡ്ജർ എന്നുള്ളത് തെറ്റിക്കരുത്. ഇതെന്തായാലും ഒരു ഇത് എഴുതിയിട്ടേ ഒരു എഴുതിക്ക് ഇടുന്നുണ്ട് നമ്മളെ. എന്തായാലും പഠിക്കാലോ, ഓർമ്മ കിട്ടണം. എന്താ വെച്ചാല് ചിലതൊക്കെ അറിയാം, പക്ഷെ ആ പേരിന് കിട്ടണില്ല. അത് നിങ്ങൾ യൂസ്, അതായത് കൺസെപ്റ്റ് അറിയാം, പക്ഷെ അതിന്റെ പർട്ടിക്കുലർ വാക്ക്, വേർഡ് അറിയില്ല അല്ലെ? ഒന്നാമത് ഇംഗ്ലീഷ് അറിയില്ല. മാക്സും എല്ലാതും മാത്സ് പരമാവധി ഇംഗ്ലീഷിൽ പോണൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അങ്ങനൊരു പ്രശ്നമുണ്ട്, അത്രേ ഉള്ളൂ, വേറെ വിഷയം. അപ്പൊ അത് അതിന്റെ ഒരു വേരിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. റിയൽ അക്കൗണ്ട് ഓൾവേസ് ഷോസ് ഡാഷ് ബാലൻസ്. റിയൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
അക്സെപ്റ്റ്. അസറ്റ് ക്യാപിറ്റൽ റിയൽ അല്ലേ? ക്യാഷ് ഒക്കെ അതെ, റിയൽ Cash real. അക്കൗണ്ട് അസറ്റുകളാണ് റിയൽ അക്കൗണ്ട് ആയിട്ട് കാണിക്കുക. അതിനെപ്പോഴും എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അനുതന്റെ ആൻസർ പറഞ്ഞു പോകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ചോദിക്കട്ടെ. വെറുതെ വായിച്ചു പോവാനാണ്. അല്ല, അങ്ങനെ ഡൗട്ട് ചോദിച്ചു പോട്ടെ. ആ, ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഓർ ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ഓർ ഗെയിൻസ് എന്ന് പറയുന്ന റൂള് ഏത് അക്കൗണ്ടിന്റെ ആണ്? നോമിനൽ അക്കൗണ്ട്. കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജേണൽ ഇസ് എ ബുക്ക് ഓഫ് ഡാഷ് എൻട്രി. ജേണൽ എന്ന് പറയുന്നത് എന്ത് തരം? ഒറിജിനൽ എൻട്രി. Original. എനിക്ക് കിട്ടിയില്ല, എല്ലാരും കൂടെ ഒരുമിച്ച് ഒറിജിനൽ പറഞ്ഞാൽ. എൻട്രി. ആ, വേറൊരു പേരും കൂടെ പറയും. പ്രൈം എൻട്രി എന്നുള്ളതാണ് ആൻസർ കേട്ടോ. കൂടുതൽ എക്സാമിന് പ്രൈം എൻട്രി എന്നുള്ളതാണ് ഓപ്ഷൻ വരാറ്. ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. ആ അർത്ഥത്തിലാണ് പ്രൈം എൻട്രി എന്ന് പറയുന്നത്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ ബുക്ക് ഓഫ് പ്രൈം എൻട്രി. പ്രൈം എൻട്രി അങ്ങനെ. എ ജേണൽ എൻട്രി വിത്ത് മോർ ദാൻ വൺ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഈസ് കോൾഡ് ഡാഷ് എൻട്രി. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. 2025 ജൂലൈ 1 കുറച്ച് ഗുഡ്സ് നമ്മൾ വാങ്ങിച്ചു. ഒരു 10,000 രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങിച്ചു. അതുപോലെ തന്നെ അന്ന് നമുക്ക് ഒരു ആള്, മിസ്റ്റർ എ എന്ന് പറയുന്ന ആള് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു. ഒരു 2,000 രൂപയോളം അയാൾ ക്യാഷ് തന്നു. അതുപോലെ റെന്റ് കിട്ടി, ഒരു 8,000 രൂപയുടെ റെന്റ് കിട്ടി. ഇതെല്ലാം ക്യാഷ് ട്രാൻസാക്ഷൻ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഓരോന്നും ഓരോ എൻട്രി ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒറ്റ എൻട്രി ആയിട്ട് പോസ്റ്റ് ചെയ്യും. കോമ്പൗണ്ട് ജേണൽ എൻട്രി. ആ, കോമ്പൗണ്ട്. അതെ, അതിന്റെ പേരാണ് കോമ്പൗണ്ട് എൻട്രി എന്നുള്ളത്. അപ്പൊ അത് ആർക്കെങ്കിലും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഓക്കെ, അടുത്തത് ജേണൽ എൻട്രീസ് പാസ്റ്റ്. എന്തോ പറഞ്ഞു? അതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് പറയോ? കോമ്പൗണ്ടിന്റെ ആ, പറയാം. എ ജേണൽ എൻട്രി വിത്ത് മോർ ദാൻ വൺ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഈസ് കോൾഡ് ഡാഷ് എൻട്രി. അതായത് ഒരു ജേണൽ എൻട്രിയിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ ക്രെഡിറ്റോ വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ആ എൻട്രിക്ക് പറയുന്ന പേരെന്താണ്? അതിന്റെ ഉത്തരം കോമ്പൗണ്ട് എൻട്രി. കോമ്പൗണ്ട് ജേണൽ എൻട്രി. അത് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ, ജേണൽ എൻട്രീസ് പാസ് ടു കറക്റ്റ് എറേഴ്സ് ആർ കോൾഡ്. ഒരു എറർ വന്നു, അപ്പൊ ആ എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ജേണൽ എൻട്രി, അതിനൊരു റെക്ടിഫിക്കേഷൻ എൻട്രി. റെക്ടിഫിക്കേഷൻ എൻട്രി, റെക്ടിഫൈങ് എൻട്രി എന്നുള്ളതാണ് ആൻസർ. കോമ്പൻസേറ്റിംഗ് അല്ല. അടുത്തത്, ഡാഷ് ഇസ് ദ ഡോക്യുമെന്റ് ഓൺ വിച്ച് ദ ജേണൽ എൻട്രി ഈസ് ബേസ്ഡ്. ഓരോ ജേണൽ എൻട്രിക്കും ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ് വെച്ചാണ് നമ്മൾ എൻട്രി നടത്തുന്നത്. ആ ഡോക്യുമെന്റിന് പറയുന്ന പേരെന്താ? സോഴ്സ് ഡോക്യുമെന്റ്. വേറൊരു പേര് പറയൂ. നമ്മുടെ അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ട് പറയുന്ന വാക്ക് പറയൂ. വൗച്ചിങ് ആണ്. വൗച്ചിങ് അല്ല ഉത്തരം പറയേണ്ടത്. വൗച്ചിങ് നമ്മൾ അതിനെ ചെക്ക് ചെയ്യുന്ന, ഇൻസ്പെക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് വൗച്ചിങ്. ആ, ജേണൽ വൗച്ചർ എന്നാണ് അതിനെ പറയുക കേട്ടോ. വൗച്ചിങ് എന്ന് പറയരുത്. അടുത്തത്, ബാങ്ക് അക്കൗണ്ട് ഇസ് എ ഡാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എന്ത് തരം അക്കൗണ്ട് ആണ്? പേഴ്സണൽ അക്കൗണ്ട്. ആരോ റിയൽ എന്ന് പറഞ്ഞല്ലോ. ബാങ്ക് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് എന്ന് പഠിച്ചവരെല്ലാം മാറ്റി പഠിക്കുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ ലെഡ്ജറിന്റെ ഒരു ഉത്തരം പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തെറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ തെറ്റും. അതാണ് ബാങ്ക് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. അസറ്റ് എന്നുള്ള രീതിയിൽ എടുക്കരുത്, ഒരു വ്യക്തി എന്ന രീതിയിൽ എടുക്കണം. ഓക്കെ, അടുത്തത്, നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് അറൈവ്ഡ് ബൈ ബാലൻസിങ് ഡാഷ് അക്കൗണ്ട്. ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്? അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് മനസ്സിലാക്കുന്നു.
ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രേഡ് എക്സ്പെൻസസ് ആർ ഷോൺ ഓൺ ദ ഡാഷ് സൈഡ്. ഡെബിറ്റ് സൈഡ്. പറഞ്ഞോളൂ, വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? ട്രേഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഉണ്ടല്ലോ, അത് ഏത് അക്കൗണ്ടിൽ ഏത് സൈഡ് ആണ് കാണിക്കുക? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ്. തെറ്റാൻ ചാൻസ് ഉള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതിന്റെ ഉത്തരം വന്നിട്ട് P&L നമ്മൾ ട്രേഡ് എക്സ്പെൻസ് കാണിക്കുക കേട്ടോ. ട്രേഡ് എക്സ്പെൻസിന്റെ ഡെബിറ്റ് സൈഡിലാണ് ട്രേഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഹെഡ് കാണിക്കുക. ഈ ട്രേഡ് എന്നുള്ള വാക്ക് കണ്ടിട്ടാരും ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊണ്ടേ പോസ്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അത് ആൻസർ ചെയ്യരുത്. അതിന്റെ ഉത്തരം P&L ഡെബിറ്റ് സൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട് ഈസ് ടു അസർട്ടൈൻ. ഫിനാൻഷ്യൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് കണ്ടെത്താനാണ്? അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാൻ സംഘത്തിന്റെ ലാഭം. ഫിനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത്രയും കാര്യങ്ങളെ ചേർത്ത് പറയുന്നതാണ്. അതുകൊണ്ട് ഓരോരുത്തരും പറഞ്ഞ ഉത്തരം ശരിയാണ്, പക്ഷെ എല്ലാം കൂടെയാണ് ഉത്തരം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഇത്രയും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത്, ക്രെഡിറ്റ് നോമിനൽ അക്കൗണ്ട് മീൻസ്. നോമിനൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇൻകം. നഷ്ടമാണ്. വരവുകളും നേട്ടങ്ങളും ക്രെഡിറ്റ് ചെയ്യാം. ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. അതെ, ഇൻകം ആണ് ആ സൈഡിൽ വരും. കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് എ ഡാഷ് അക്കൗണ്ട്. അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് തരം അക്കൗണ്ട് ആണ്? റിയൽ ആണോ, നോമിനൽ ആണോ, പേഴ്സണൽ ആണോ? നോമിനൽ. എന്താ ഇൻകാണോ ചോദിച്ചേ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ത് തരം അക്കൗണ്ട് ആണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ? നോമിനൽ. അതെ, നോമിനൽ അക്കൗണ്ട് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് പ്രീപെയ്ഡ് ഈസ് എ ഡാഷ് അക്കൗണ്ട്. നേരത്തെ കൂട്ടി അടച്ച ഇൻട്രസ്റ്റ്, അത് എന്ത് തരം അക്കൗണ്ട് ആണ്? നോമിനൽ അക്കൗണ്ട്. വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? റിയൽ അക്കൗണ്ട്. അസറ്റ് അല്ലേ? ഓക്കെ. ഇതില് എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്കൗണ്ടൻസി പ്രകാരം എല്ലാ ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസ് എന്താണെങ്കിലും അത് പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, കിട്ടിയായിരുന്നോ? ഹലോ. ഓക്കെ. നേരത്തെ കൂട്ടി അടച്ചതോ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാനുള്ളതോ ആയിട്ടുള്ളതെല്ലാം പേഴ്സണൽ അക്കൗണ്ട് ആണ്, അതാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാരേജ് ഔട്ട്വേർഡ് ഈസ് ഷോൺ ഇൻ. ക്യാരേജ് ഔട്ട്വേർഡ് കാണിക്കുന്നത് ഏത് അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ്? അത് അസറ്റിന്റെ കൂടെ കൂട്ടി ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ലാഭനഷ്ട കണക്കുണ്ട്. P&L അക്കൗണ്ട്. നേരത്തെ ക്യാരേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ക്യാരേജിന്റെ ഉത്തരം പറഞ്ഞ ആളുടെ അടുത്താണ് ഞാൻ പറയുന്നത്. മീൻസ് അസറ്റിൽ കൂട്ടണം എന്ന് പറഞ്ഞ ആളോടാണ് പറയുന്നത്. ഉദ്ദേശിക്കുന്നത് ലോഡിംഗ് എക്സ്പെൻസ് ആണെങ്കിൽ അത് ഇതല്ല കേട്ടോ. ഒരു അസറ്റ് വാങ്ങുമ്പോൾ ഇറക്കുമതി കയറ്റുമതി ഒക്കെയാണ് നമ്മൾ അസറ്റിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ആ വാല്യൂല് കൂട്ടുന്നത്. ഇതല്ല. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഭാഗമായിട്ട് നടക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് ക്യാരേജ് ഔട്ട്വേർഡ് കാണിക്കുക.
പക്ഷെ ക്വസ്റ്റ്യൻ ക്യാരേജ് എന്ന് മാത്രം ആയിരുന്നു എങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുക. കൺഫ്യൂഷൻ ഉണ്ടോ? ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോ അല്ലേ അത് വരുന്നത്? അതെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ ടൈമിൽ ക്യാരേജ് ഔട്ട്വേർഡ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡും, ക്യാരേജ് എന്ന് മാത്രമുള്ള ഒരു വാക്കാണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് ബട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ, അതായത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ദിവസത്തിലാണ് തയ്യാറാക്കുന്നത്. പക്ഷെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അതൊരു വാർഷിക പീരീഡില് പീരീഡ്. പീരീഡിലാണ്. അതെ, പെർട്ടിക്കുലർ പീരീഡ് ആണ് ആൻസർ. അടുത്തത്, ഡാഷ് അക്കൗണ്ട് ഷോസ് മണി ഓർ മണീസ് വർത്ത് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ പ്രൊപ്രൈറ്റർ ടു ദ ബിസിനസ്. അതിനർത്ഥം എന്താന്ന് വെച്ചാൽ ഒരു വ്യക്തി ബിസിനസിന് ആവശ്യമായിട്ടുള്ള പൈസയോ അല്ലെങ്കിൽ മണീസ് പൈസയുടെ അതേ മൂല്യമുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ടാണ് കാണിക്കുക? ക്യാപിറ്റൽ. എല്ലാവരും കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിഡ്രോവൽ ഓഫ് മണി ഓർ മണീസ് വർത്ത് ബൈ ദ പ്രൊപ്രൈറ്റർ ആർ റിഫ്ലക്റ്റഡ് ഇൻ ദ ഡാഷ് അക്കൗണ്ട്. അങ്ങനെ ക്യാപിറ്റൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്ടല്ലോ അല്ലെ? എല്ലാരും കറക്റ്റ് ആൻസർ പറഞ്ഞത്. എക്സ്പ്ലെയിൻ ചെയ്യണം. ബിസിനസ് എടുക്കുന്ന ഡ്രോയി അക്കൗണ്ട്. അതെ, അതായത് ആരാണോ ക്യാപിറ്റൽ കൊണ്ടുവന്ന ആ വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള ഗുഡ്സ് ആവാം, പൈസ ആവാം, അത് എടുക്കുകയാണെങ്കിൽ അത് ഡ്രോയിങ്സ് അക്കൗണ്ട് ആയിട്ടാണ് കാണിക്കുക. അയാളുടെ പേഴ്സണൽ ഡ്രോയിങ്സ് ആയിട്ടാണ് കാണിക്കുക. അടുത്തത്, ക്രെഡിറ്റ് പർച്ചേസസ് ആർ അസർട്ടൈൻഡ് ബൈ പ്രിപ്പയറിംഗ്. എന്ത് പ്രിപ്പയർ ചെയ്തിട്ടാണ് ക്രെഡിറ്റ് പർച്ചേസസ്? എന്ത് ബുക്കാണ്? പർച്ചേസ് ഡേ ബുക്ക്. അതെ, എന്താ വെച്ചാല് ചോദ്യം ഒന്ന് പൂർണ്ണാക്കാൻ സമ്മതിക്കൂട്ടോ. എന്താ കാരണം വെച്ചാല് എന്നാലും എല്ലാവർക്കും അത് ഇങ്ങോട്ട് വിശദാവുള്ളൂ. ഇവിടെ വെച്ചാൽ ആ ചോദ്യം പൂർണ്ണമാവാൻ സമ്മതിക്കാതെ ഉത്തരം പറയുന്നുണ്ട്. മത്സരിക്കൊന്നും വേണ്ട, നല്ല മതി. ഞാൻ പറഞ്ഞില്ലേ ഇത് ക്ലാസ് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസറുകൾ ആൻസറും പറയുക. എന്തെങ്കിലും അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ചോദിക്കട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ പലരും പല ആൻസർ പറഞ്ഞ്, അതാണ് ഇതിന്റെ ഒരു വിഷയം. ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് നടക്കില്ല. വേറെ കാര്യമുണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ചില കാര്യങ്ങൾ ഇവർ മിസ്കൺസെപ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് പറഞ്ഞു പോയില്ലെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാവില്ല, ഡൗട്ട് വരില്ല. ഡിസ്കഷൻ വരുമ്പോഴാണ്, പല പല ഉത്തരങ്ങൾ വരുമ്പോഴാണ് ഓരോരുത്തരും അത് എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഉത്തരം വന്നില്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ അവരങ്ങ് അതുപോലെ എടുക്കും, ഒരു കറക്ഷൻ വരില്ല. മാം ക്വസ്റ്റ്യൻ വായിച്ച് അതിന് ആൻസറും പറഞ്ഞു, എന്നാൽ അത് കൃത്യമായിട്ട് കേൾക്കാം. അതാ പറഞ്ഞത്, അതിന്റെ ഉത്തരം ഞാൻ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളിലുള്ള തെറ്റായ ധാരണ എന്താന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല, കറക്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല. അപ്പൊ ഒരു മിനിറ്റ് സമയം തരാം. ഉത്തരം അറിയുന്നവര് ഞാൻ പറഞ്ഞില്ലേ കമന്റ് ചെയ്താലും മതി, എനിക്ക് കാണാലോ. ഓക്കെ അല്ലേ? പറഞ്ഞോളാം. എല്ലാവർക്കും അവസരം തരാം കേട്ടോ. എല്ലാരും പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഫൈനൽ ആൻസർ പറയുള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, കുറച്ച് സമയം കൂടെ എടുക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം, ക്രെഡിറ്റ് പർച്ചേസസ് ആർ അസർട്ടൈൻഡ് ബൈ പ്രിപ്പയറിംഗ് എന്നുള്ളതിന്റെ ഉത്തരം ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ്, പർച്ചേസ് അക്കൗണ്ട് അല്ല. നമ്മൾ എത്ര പേർക്ക് പൈസ കൊടുക്കാനുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. ക്രെഡിറ്റ് പർച്ചേസ് ആയിക്കോട്ടെ, ബാക്കി എന്ത് ക്രെഡിറ്റില് കടത്തിൽ വാങ്ങുന്ന എല്ലാം ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് എ മെഷീനറി ഈസ് റെക്കോർഡഡ് ഇൻ. ഒരു മെഷീനറി ആണ് ക്രെഡിറ്റ് പർച്ചേസിൽ വാങ്ങുന്നതെങ്കിൽ അത് എവിടെയാണ് പോസ്റ്റ് ചെയ്യുക? മെഷീനറി അക്കൗണ്ടില്.
വേറെ ഉത്തരമൊന്നും ഇല്ലല്ലോ അല്ലെ? അപ്പൊ അതിന്റെ ഉത്തരം വന്നിട്ട് ജേണൽ പ്രോപ്പറിലാണ്. അതായത് ഒരു അസറ്റ് ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അത് ക്രെഡിറ്റിലാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ അത് എൻട്രി ചെയ്യേണ്ടത് ജേണൽ പ്രോപ്പറിലാണ്. ഈ രണ്ട് ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഗുഡ്സോ മറ്റു കാര്യങ്ങളോ പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റിലാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലും, അസറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ജേണൽ പ്രോപ്പറിലുമാണ് അത് കാണിക്കേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, the borrowing power of a society is based on. എന്താണ് ഒരു സൊസൈറ്റിയുടെ ബോറോയിങ് പവർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? മൂലധനത്തെ. നെറ്റ്വർക്ക്. അതിന്റെ ഉത്തരം വന്നിട്ട് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും റിസർവ് ഫണ്ടിനെയാണ് കേട്ടോ. റിസർവ് ഫണ്ടും വേണം. ആ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും റിസർവ് ഫണ്ടും. അടുത്ത ക്വസ്റ്റ്യൻ, the unwritten portion of a deferred revenue expenditure should be shown in the dash side of the balance sheet. നമ്മൾ നേരത്തെ പറഞ്ഞു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ വരുമ്പോൾ അത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. ഓരോ പെർട്ടിക്കുലർ വർഷവും അത് കുറച്ച് എമൗണ്ട് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യാന്ന് പറഞ്ഞു. അത് ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് കാണിക്കുക? ഏത് സൈഡിലാണ് കാണിക്കുക? അസറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ? ക്വസ്റ്റ്യന് തന്നെ പറഞ്ഞു ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. ബാലൻസ് ഷീറ്റിന്റെ ഏത് സൈഡിലാണ് കാണിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം വന്നിട്ട് അസറ്റ് സൈഡിലാണ്. ബാലൻസ് ഷീറ്റിന് ഡെബിറ്റും ക്രെഡിറ്റ് സൈഡും അല്ല ഉള്ളത്, അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡും ആണ് ഉള്ളത്. ശരി, അസറ്റ് സൈഡിലാണ് അപ്പൊ അത് കാണിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ റിസർച്ച് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. റിസർച്ചിന് വേണ്ടി ചെലവാക്കുന്ന എക്സ്പെൻഡിച്ചർ എന്ത് തരം എക്സ്പെൻഡിച്ചർ ആണ്? ഡെഫേർഡ് റവന്യൂ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ റെന്റ് ആൻഡ് റേറ്റ്സ് ആർ എക്സാമ്പിൾ ഓഫ് ഡാഷ് എക്സ്പെൻഡിച്ചർ. റെന്റും മറ്റു എക്സ്പെൻഡിച്ചർ. എന്നോട് പറയൂ. റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണോ? ഇപ്പൊ പറഞ്ഞതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമോ? റെന്റ് ആൻഡ് റേറ്റ്സ് ആർ എക്സാമ്പിൾ ഓഫ് ഡാഷ് എക്സ്പെൻഡിച്ചർ. റെന്റും റേറ്റ്സും എന്തിന് എക്സാമ്പിൾ ആണ്? എന്ത് എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ ആണ്? കിട്ടിയോ? ആൻസർ റവന്യൂ എക്സ്പെൻഡിച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് അസറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് സർക്കുലേറ്റിംഗ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് അത് അല്ലെങ്കിൽ കറണ്ട് അസറ്റ്. ഈ മൂന്ന് പേരിൽ അറിയപ്പെടുന്ന അസറ്റുകളുടെ പേരെന്താണ്? സർക്കുലേറ്റിംഗ്, ഫ്ലോട്ടിംഗ്, കറണ്ട് അസറ്റ്സ്. അതിന്റെ ശരിക്കുള്ള പേര്? കറന്റ് അസറ്റ്. അത് അതിൽ തന്നെ ഉണ്ടല്ലോ. ഡാഷ് അസറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് സർക്കുലേറ്റിംഗ്, ഫ്ലക്ച്വേറ്റിംഗ്, കറണ്ട് അസറ്റ്സ്. അസറ്റ് എന്നാണ് ഉത്തരം. ഫ്ലോട്ടിംഗ് അസറ്റ്. എന്റെ പേര് ഫ്ലോട്ടിംഗ് അസറ്റ്സ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. എന്താ നമുക്ക് കിട്ടുക? കറണ്ട് അസറ്റ് എന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ. എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ? നെറ്റ് വർക്കിംഗ്. അങ്ങനെ പറയണം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. ഈ കറണ്ട് അസറ്റ് എന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് ഷോൺ ഇൻ കമ്പനീസ് ബാലൻസ് ഷീറ്റ് അണ്ടർ ഡാഷ് ഹെഡ്. ഒരു ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വന്നിട്ടുള്ള എക്സ്പെൻസ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു പറഞ്ഞു. അത് ഏത് ഹെഡിന്റെ കീഴിലാണ് വരിക? പറഞ്ഞോളൂ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ.
അല്ല, ഇതിന്റെ ഉത്തരം കറണ്ട് അസറ്റ് എന്നാണ്. കറണ്ട് അസറ്റ്സിന് കീഴിൽ വരുന്നതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ലയബിലിറ്റീസ് ആർ വിച്ച് become due and payable within a short period, usually 1 year or less. ഒരു വർഷമോ അതിൽ ഉത്തരം പറയല്ലേ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കട്ടെ. ഒരു വർഷമോ അതിൽ കുറവ് പീരീഡിലോ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസിനെ പറയുന്ന പേരെന്ത്? കറണ്ട് ലയബിലിറ്റി. ലയബിലിറ്റീസ്, ഷോർട്ട് ടേം ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് എന്നതാണ് ശരിക്കും ഉള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, debentures, long-term loans from financial institutions, etc. are example of dash borrowings അല്ലെങ്കിൽ dash liabilities. ഡിബഞ്ചർ, ലോങ് ടേം ലോൺസ്, ഇതൊക്കെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ അത് എന്ത് തരം ലയബിലിറ്റി ആണ്? ലോങ് ടേം ലയബിലിറ്റി. വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? ഓപ്ഷൻ നോക്കിയിട്ട് വേണം കുത്താൻ. ലോങ് ടേം ലയബിലിറ്റി എന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി എന്ന് കൊടുക്കാം. പക്ഷെ ഇതിന്റെ ഉത്തരം ഫിക്സഡ് ലയബിലിറ്റീസ് എന്നാണ്. ഓക്കെ, ഫിക്സഡ് ലയബിലിറ്റീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഫിക്സഡ് ലയബിലിറ്റീസേ കൊടുക്കാവൂ. അടുത്തതും, റിയൽ അക്കൗണ്ട്സ് ആർ കൺസേൺഡ് വിത്ത്. എന്ത് തരത്തിലുള്ള അക്കൗണ്ട്സ് ആണ് റിയൽ വരിക, അല്ലെങ്കിൽ ഏതൊക്കെയാണ് റിയൽ അക്കൗണ്ട്സിൽ കാണിക്കുക? ക്യാഷ് അക്കൗണ്ട്, ബിൽഡിംഗ് അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്. ഇതെല്ലാം എക്സാമ്പിൾ ആണ്. ഇതിനെ പൊതുവായിട്ട് എന്താ പറയാ? ആസ്തികളുടെ അക്കൗണ്ട്. അതെ, അസെറ്റ്സ് എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഓണേഴ്സ് ക്ലെയിം അഗെയിൻസ്റ്റ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൽ ഓണറിന്റെ ക്ലെയിം എന്താണ് അതിന്റെ പേര്? ക്യാപിറ്റൽ. ഓക്കെ, അതിന്റെ ഉത്തരം ഷെയർ ക്യാപിറ്റൽ തന്നെയാണ്. ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് എ റിഡക്ഷൻ ഇൻ പ്രൈസ് ടു എൻകറേജ് ബൾക്ക് സെയിൽസ് ഓർ ടു എനേബിൾ ദ റീറ്റെയിലർ ടു സെൽ അറ്റ് എ കാറ്റലോഗ് പ്രൈസ്. അതായത് ഉണ്ടായിരുന്ന പൈസേനേക്കാൾ കുറച്ച് കൊടുത്തുകൊണ്ട് കൂടുതൽ സെയിൽസ് നടത്താനോ അല്ലെങ്കിൽ സെയിൽസ് നടത്താൻ വേണ്ടി കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരെന്താ? ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. അതെ, അപ്പൊ അതിന്റെ ഉത്തരം വന്നിട്ട് ട്രേഡ് ഡിസ്കൗണ്ട് ആണ് കേട്ടോ. ബൾക്ക് സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് കൊടുക്കുന്നതല്ല, എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അപ്പൊ അതിന് പറയുന്ന പേര് ട്രേഡ് ഡിസ്കൗണ്ട്. ഒരു പർട്ടിക്കുലർ വ്യക്തിക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. നടക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ പീരീഡിനേക്കാൾ മുന്നേ അയാൾ പൈസ തരുമ്പോൾ ഒക്കെ കൊടുക്കുന്നതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇതിന്റെ പേര് ട്രേഡ് ഡിസ്കൗണ്ട് എന്നാണ്. ആ ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കണം. ക്യാഷ് ഡിസ്കൗണ്ട് പെട്ടെന്ന് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒരു വസ്തു വിറ്റിട്ടത് അവർക്കത് സമയത്തിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കിഴിവ് കൊടുക്കുമ്പോൾ അതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അതെ, അതാ പറഞ്ഞ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതായിരിക്കും, ഒരാൾക്ക്. ഇതെല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നുണ്ടേ, അതിന്റെ പേര് ട്രേഡ് ഡിസ്കൗണ്ട് എന്നാണ്. ഓക്കെ, അടുത്തത് ഇത് തന്നെ. ഡാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ടു എൻകറേജ് പ്രോംപ്റ്റ് പേയ്മെന്റ്. കൃത്യമായിട്ടുള്ള പേയ്മെന്റുകൾ പ്രോംപ്റ്റ് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഏതാണ്? ക്യാഷ് ഡിസ്കൗണ്ട്. അതെ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ഷോസ് ഡാഷ് ബാലൻസ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക? ഡെബിറ്റ് ബാലൻസ്. എല്ലാ ലയബിലിറ്റീസിനും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഈസ് ദ ഡാഷ് ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ബൈ എ കമ്പനി. ഒരു കമ്പനിക്ക് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ക്യാപിറ്റൽ കമ്പനി ക്യാൻ അടച്ചു തീർത്തതാണ്. കമ്പനി പ്രോഫിറ്റ് അല്ലേ വേണ്ടത്? അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലാവായി ഉണ്ടോ? Authorized share capital is the dash capital that can be raised by a company.
കമ്പനിക്ക് ക്യാപിറ്റൽ വെച്ചാണല്ലോ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര എന്നുള്ള കൺസെപ്റ്റിലാണ്, എത്രത്തോളം വാങ്ങണം എന്നുള്ളത് മിനിമം ആണോ മാക്സിമം ആണോ